ഹലോ നമസ്കാരം കൂട്ടുകാരെ. യൂണിവേഴ്സിറ്റി എൽ ജി എസിനായിട്ടുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള SCERT പാഠഭാഗങ്ങളാണ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 3rd മൊഡ്യൂൾ വരെ കംപ്ലീറ്റ് ആയി 4th മൊഡ്യൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരു ചാപ്റ്ററാണ് 6ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠം വൈവിധ്യങ്ങളുടെ ലോകം. കടക്കാം ക്ലാസ്സിലോട്ട്. ആഫ്രിക്കയിലെ ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമുള്ള വനങ്ങളിൽ താമസിക്കുന്ന വിഭാഗം ആളുകൾ അറിയപ്പെടുന്നത് പിഗ്മികൾ എന്നാണ്. ആഫ്രിക്കയിലെ ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവും വനങ്ങളിൽ താമസിക്കുന്നതുമായ വിഭാഗക്കാർ അറിയപ്പെടുന്നത് പിഗ്മികൾ എന്നാണ്. പിഗ്മികളുടെ പ്രധാന ഭക്ഷണം എന്താണ്? കസാവ, മരച്ചീനി. കസാവ എന്നറിയപ്പെടുന്ന മരച്ചീനിയാണ് പിഗ്മികളുടെ പ്രധാന ഭക്ഷണം. സെമാങ്ങുകൾ ആരാണ്? ഒരു തരം ആദിവാസി വിഭാഗങ്ങളാണ് ഈ സെമാങ്ങുകൾ. ഈ സെമാങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? മലേഷ്യയിലാണ്. സെമാങ്ങുകൾ കാണപ്പെടുന്നത് മലേഷ്യയിലാണ്. അതുപോലെ കുബ്ബു, ദയാക് എന്നീ വിഭാഗക്കാർ കാണപ്പെടുന്നത് ഇന്തോനേഷ്യയിലാണ്. കുബ്ബു, ദയാക് എന്നീ വിഭാഗക്കാർ കാണപ്പെടുന്നത് ഇന്തോനേഷ്യയിലാണ്. ഭൂമധ്യരേഖയിൽ നിന്ന്, ഭൂമധ്യരേഖ അറിയാമല്ലോ, ഏറ്റവും വലിയ അക്ഷാംശരേഖ അല്ലെ. ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും, 10 ഡിഗ്രി തെക്കും എന്ന് പറഞ്ഞാൽ താഴോട്ട് 10 ഡിഗ്രി, 10 ഡിഗ്രി വടക്ക് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് 10 ഡിഗ്രി അക്ഷാംശ രേഖകൾക്കിടയിലുള്ള അല്ലെങ്കിൽ അക്ഷാംശങ്ങൾക്കിടയിലുള്ള പ്രദേശമാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖല അഥവാ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റേഞ്ച്. മധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലുള്ള പ്രദേശമാണ് മധ്യരേഖ നിത്യഹരിത വനങ്ങൾ. എന്താണ് മധ്യരേഖ നിത്യഹരിത വനങ്ങൾ? മഹാഗണി, റോസ്വുഡ്, എബണി തുടങ്ങിയ തരത്തിലുള്ള വൃക്ഷങ്ങൾ കാണപ്പെടുന്ന വനങ്ങളാണ് മധ്യരേഖ നിത്യഹരിത വനങ്ങൾ. മഹാഗണി, റോസ്വുഡ്, എബണി തുടങ്ങിയ വനങ്ങൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ കാണപ്പെടുന്ന വനങ്ങളാണ് മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആമസോൺ നദീതടത്തിലാണ്. ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഉഷ്ണമരുഭൂമികളിൽ ജീവിക്കുന്ന പ്രത്യേക ജനവിഭാഗങ്ങളാണ് ബുഷ്മെൻ എന്നറിയപ്പെടുന്ന ഗോത്രവിഭാഗം. അവർ താമസിക്കുന്നത് എവിടെയാണ്? കലഹാരി മരുഭൂമിയിൽ കാണപ്പെടുന്ന പ്രത്യേക ജനവിഭാഗങ്ങളാണ് ബുഷ്മെൻ. പശ്ചിമ സഹാറയിൽ കാണപ്പെടുന്ന പ്രത്യേക ജനവിഭാഗങ്ങളാണ് ത്വാറഗ് വംശജർ. എന്താണ് ത്വാറഗ്? പശ്ചിമ സഹാറ, ത്വാറഗ്. ബെഡോയിനുകൾ കാണപ്പെടുന്നത് അറേബ്യൻ മരുഭൂമിയിലാണ്. ബെഡോയിനുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? അറേബ്യൻ മരുഭൂമിയിലാണ്. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മരുപ്പച്ച എന്നാണ്. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മരുപ്പച്ച എന്നാണ്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്താണ്. നൈലിൻ്റെ ദാനം ഈജിപ്ത്. ഈജിപ്തിൻ്റെ ജീവരക്തമാണ് നൈൽ. ഈജിപ്തിൻ്റെ ജീവരക്തമാണ് നൈൽ. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകമാണ്. മരുഭൂമിയിലെ കപ്പൽ ഒട്ടകം. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് അതായത് 66.5 ഡിഗ്രി വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖലയാണ് തുദ്രാ മേഖല. എന്താണ് തുദ്രാ മേഖല? ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല അറിയപ്പെടുന്നതാണ് എന്ത്? തുദ്രാ മേഖല. ശീത മരുഭൂമി പോലെയുള്ള മേഖലയായ തുദ്രയിൽ അനുഭവപ്പെടുന്ന ഉയർന്ന താപനില എന്നറിയപ്പെടുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താണ് ഈ തുദ്രാ മേഖലയിൽ അനുഭവപ്പെടുന്ന താപനില എത്രയാണ്? ഏറ്റവും ഉയർന്ന താപനില 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ധ്രുവക്കരടികൾ, റെയിൻഡിയർ, തിമിംഗലം, സീൽ തുടങ്ങിയവയാണ് തുദ്രാ മേഖലയിലെ പ്രധാന ജീവികൾ. അപ്പോൾ ഈ താപനില കുറഞ്ഞ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ജീവികളാണ് ഏതാ? ധ്രുവക്കരടികൾ, റെയിൻഡിയർ, തിമിംഗലം, സീൽ തുടങ്ങിയവ തുദ്രാ മേഖലയിലെ പ്രധാന ജീവികളാണ്. ഓക്കെ, ഈ ചാപ്റ്റർ അപ്പോൾ കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്തൊരു ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. 7ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠം ഭൂപടങ്ങളുടെ പൊരുൾ തേടി നോക്കാം. AD 1492 ഇന്ത്യയെ തേടിയുള്ള ആദ്യ കപ്പൽ യാത്ര നടത്തിയ ഇറ്റാലിയൻ നാവികനാണ് കൊളംബസ്. കൊളംബസ് എന്ന് പറയുന്നത് ആരാണ്? ഒരു ഇറ്റാലിയൻ നാവികനാണ്. ഇന്ത്യയെ തേടിയുള്ള ആദ്യ കപ്പൽ യാത്ര നടത്തിയത് ആരാണ്? ഇറ്റാലിയൻ നാവികനായ കൊളംബസ് ആണ്. ഏതാ വർഷം? AD 1492. AD 1492.
ഓക്കെ, എന്താണ് AD 1492 ഇന്ത്യയെ തേടിയുള്ള ആദ്യ കപ്പൽ യാത്ര നടത്തിയ ഇറ്റാലിയൻ നാവികനാണ് കൊളംബസ്. AD 1519 ലോകം ചുറ്റി സഞ്ചരിക്കാൻ ഇറങ്ങിയ പോർച്ചുഗീസ് നാവികനാണ് മെഗല്ലൻ. പോർച്ചുഗീസ് നാവികനാണ് മെഗല്ലൻ. എന്തിനാണ് മെഗല്ലൻ ഇറങ്ങിയത്? ലോകം ചുറ്റി സഞ്ചരിക്കാൻ ഇറങ്ങിയ പോർച്ചുഗീസ് നാവികനാണ് മെഗല്ലൻ. വർഷം AD 1519. മെഗല്ലൻ കൊല്ലപ്പെട്ടത് എവിടെ വെച്ചാണ്? ഫിലിപ്പീൻസ് ദ്വീപ് സമൂഹത്തിൽ മക്ടാൻ ദ്വീപവാസികളുമായുള്ള യുദ്ധത്തിൽ വെച്ചാണ് മെഗല്ലൻ കൊല്ലപ്പെട്ടത്. ആരുമായിട്ട്? മക്ടാൻ എന്ന് പറയുന്ന ദ്വീപവാസികളുമായിട്ടുള്ള യുദ്ധത്തിൽ വെച്ചാണ് മെഗല്ലൻ കൊല്ലപ്പെട്ടത്. എവിടെ വെച്ച്? ഫിലിപ്പീൻസ് ദ്വീപിൽ വെച്ച്. ഓക്കെ, അടുത്തത് 2012 നവംബറിൽ മുംബൈയിൽ നിന്ന് സമുദ്രമാർഗം ലോകം ചുറ്റി 2013 മാർച്ച് 31 തിരിച്ചെത്തിയ മലയാളിയായ ഇന്ത്യൻ നാവികനാണ് ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമി. ആരാണ്? ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമി. 2012 നവംബറിൽ മുംബൈയിൽ നിന്ന് സമുദ്രമാർഗം ലോകം ചുറ്റി 2013 മാർച്ചിൽ തിരിച്ചെത്തിയ മലയാളിയായ ഇന്ത്യൻ നാവികനാണ് ആര്? ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമി. അപ്പൊ എത്ര ദിവസമാണ് അദ്ദേഹം സഞ്ചരിച്ചത്? 150 ദിവസം അല്ലേ? 150 ദിവസം. ഓക്കെ, അടുത്തത് അഭിലാഷ് ടോമിയുടെ ജന്മസ്ഥലം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ. എന്താണ്? എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയാണ് അഭിലാഷ് ടോമിയുടെ ജന്മസ്ഥലം. ആദ്യ ഭൂപടം വരച്ചത് ആരാണ്? അനക്സിമാൻഡർ ആണ്. അനക്സിമാൻഡർ ആയ ഗ്രീക്കുകാരനാണ് ആദ്യമായിട്ടൊരു ഭൂപടം വരച്ചത്. ഗ്രീക്കുകാരനായ അനക്സിമാൻഡർ ആണ്. ഏറ്റവും പഴക്കമേറിയ ഭൂപടം കണ്ടെത്തിയത് മെസോപ്പൊട്ടേമിയയിൽ നിന്നാണ് ഏറ്റവും പഴക്കമേറിയ ഭൂപടം കണ്ടെത്തിയത്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ. ആരാണ്? മെർക്കാറ്റർ. ഇതിലുള്ള ഓരോ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് മെർക്കാറ്റർ ആണ്. ആദ്യ ഭൂപടം വരച്ചത് അനക്സിമാൻഡർ ആണ്. വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടിലേയസ്. ആരാണ്? എബ്രഹാം ഓർട്ടിലേയസ് ആണ് എന്ത് തയ്യാറാക്കിയത്? ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാണ്? എബ്രഹാം ഓർട്ടിലേയസ് അല്ലെ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി. ഭൂപടശാസ്ത്രം, കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നയാൾ അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫർ. ഒരു ഭൂപടത്തിലെ അവശ്യ ഘടകങ്ങൾ ഏതെല്ലാമാണ്? തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, സൂചിക എന്നിവ ഒരു ഭൂപടത്തിലെ അവശ്യ ഘടകങ്ങളാണ്. അപ്പോൾ ഭൂപടത്തിലെ അവശ്യ ഘടകങ്ങൾ ഏതെല്ലാമാണ്? തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, സൂചിക എന്നിവ എന്താണ്? അവശ്യ ഘടകങ്ങളാണ്. ഒരു ഭൂപടം നിർമ്മിക്കുമ്പോൾ വേണ്ട അവശ്യ ഘടകങ്ങളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നുകൂടെ നോക്കാം. AD 1492 ഇന്ത്യയെ തേടിയുള്ള ആദ്യ കപ്പൽ യാത്ര നടത്തിയ ഇറ്റാലിയൻ നാവികനാണ് കൊളംബസ്. AD 1519 ലോകം ചുറ്റി സഞ്ചരിക്കാൻ ഇറങ്ങിയ പോർച്ചുഗീസ് നാവികനാണ് മെഗല്ലൻ കൊല്ലപ്പെട്ടത് ഫിലിപ്പീൻസ് ദ്വീപ് സമൂഹത്തിലെ മക്ടാൻ ദ്വീപവാസികളുമായുള്ള യുദ്ധത്തിൽ വെച്ചാണ്. 2012 നവംബറിൽ മുംബൈയിൽ നിന്ന് സമുദ്രമാർഗം ലോകം ചുറ്റി 2013 മാർച്ചിൽ തിരിച്ചെത്തിയ മലയാളിയായ ഇന്ത്യൻ നാവികനാണ് ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമിയുടെ ജന്മസ്ഥലമാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ. ആദ്യ ഭൂപടം വരച്ചത് അനക്സിമാൻഡർ. ഗ്രീക്കുകാരനായ അനക്സിമാൻഡർ ആണ് ആദ്യമായിട്ട് ഭൂപടം വരച്ചത്. ഏറ്റവും പഴക്കമേറിയ ഭൂപടം കണ്ടെത്തിയത് മെസോപ്പൊട്ടേമിയയിൽ നിന്നാണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫി അഥവാ ഭൂപടശാസ്ത്രം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നയാൾ അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫർ. ഒരു ഭൂപടത്തിലെ അവശ്യ ഘടകങ്ങളാണ് തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനങ്ങൾ, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, സൂചിക എന്നിവ ഒരു ഭൂപടത്തിലെ അവശ്യ ഘടകങ്ങളാണ്. ഇതെല്ലാമാണ് തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, സൂചിക എന്നിവ.
ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ കുഞ്ഞു ചാപ്റ്ററാണ്, പക്ഷേ അതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചാപ്റ്റർ നോക്കാം. 7ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠം ഭൂമിയും ജീവലോകവും. ഭൂമിയും ജീവലോകവും നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ. എന്താണ് പർവ്വതങ്ങൾ? സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ. മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ. അപ്പോൾ എന്താണ് പീഠഭൂമിയുടെ പ്രത്യേകത? മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ. താരതമ്യേന താഴ്ന്നതും നിരപ്പായ വിശാല പ്രദേശങ്ങളാണ് സമതലങ്ങൾ. താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാലമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് സമതലങ്ങൾ എന്നാണ്. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ എത്ര ശതമാനമാണ് ശുദ്ധജലം? ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ എത്ര ശതമാനമാണ് ശുദ്ധജലം? 1%. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ എത്ര ശതമാനമാണ് ശുദ്ധജലം എന്ന് പറഞ്ഞാൽ 1%. റാലേഗാൻ സിദ്ധിയിൽ, മഹാരാഷ്ട്രയിലെ റാലേഗാൻ സിദ്ധിയിൽ പ്രകൃതി സംരക്ഷണ വിജയഗാഥയ്ക്ക് നേതൃത്വം നൽകിയത് ബാബുറാവു ഹസാരെയാണ്. ബാബുറാവു ഹസാരെ എന്ന് പറയുന്നത് ആരാണ്? റാലേഗാൻ സിദ്ധി എന്ന് പറയുന്ന സ്ഥലത്തെ പ്രകൃതി സംരക്ഷണ വിജയഗാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആണ് ആര്? ബാബുറാവു ഹസാരെ. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളാണ് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യതാ അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ. എന്താണ്? പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളാണ്. ഏതെല്ലാമാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യതാ അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അമ്പൂരി തിരുവനന്തപുരം 2001, അമ്പൂരി, വെള്ളിയാനി ഇടുക്കി 2001, ചീയപ്പാറ ഇടുക്കി 2013, പുല്ലൂരാമ്പാറ കോഴിക്കോട് 2012, കവളപ്പാറ മലപ്പുറം 2019 എന്നീ സ്ഥലങ്ങൾ വാർത്താ പ്രാധാന്യം നേടിയത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഉരുൾപൊട്ടൽ. അപ്പോൾ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? അമ്പൂരി തിരുവനന്തപുരം 2001, വെള്ളിയാനി ഇടുക്കി 2001, ചീയപ്പാറ ഇടുക്കി 2013, പുല്ലൂരാമ്പാറ കോഴിക്കോട് 2012, കവളപ്പാറ മലപ്പുറം 2019. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു ചാപ്റ്ററും കൂടെ തീർന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. 7ാം ക്ലാസ്സിലെ പാഠം 12 സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും. സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും. അടിസ്ഥാന ഊർജ സ്രോതസ്സാണ് സൂര്യൻ. നമ്മുടെ അടിസ്ഥാന ഊർജ സ്രോതസ് ഏതാണ്? സൂര്യനാണ്. സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായി ഭൂമിയിൽ എത്തുന്നതാണ് സൗരതാപനം. എന്താണ് സൗരതാപനം? സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായി ഭൂമിയിൽ എത്തുന്നതാണ് സൗരതാപനം. സൂര്യോദയത്തിന് തൊട്ടു മുൻപ് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനില. സൂര്യോദയത്തിന് തൊട്ടു മുമ്പ് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനില. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അനുഭവപ്പെടുന്നതാണ് ഒരു ദിവസത്തെ കൂടിയ താപനില. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അനുഭവപ്പെടുന്നതാണ് ഒരു ദിവസത്തെ കൂടിയ താപനില. ഭൂമിയിലെ ഓരോ സ്ഥലത്തെയും താപലഭ്യത എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? സ്ഥലത്തിൻ്റെ അക്ഷാംശം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്ര സാമീപ്യം എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിലെ ഓരോ സ്ഥലത്തെയും താപലഭ്യത പറയുന്നത്. ഭൂമിയിലെ ഓരോ സ്ഥലത്തെയും താപലഭ്യത എന്തിനെയൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? സ്ഥലത്തിൻ്റെ അക്ഷാംശം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്ര സാമീപ്യം. സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ താപം കൂടുതലാണ്. സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ താപം കൂടുതലാണ്. എന്നാൽ ധ്രുവങ്ങളിലേക്ക് അടുക്കുംതോറും സൂര്യരശ്മികൾ ചരിഞ്ഞു പതിക്കുന്നതിനാൽ അവിടെ താപം കുറയുന്നു. ധ്രുവങ്ങളിലേക്ക് അടുക്കുംതോറും സൂര്യരശ്മികൾ ചരിഞ്ഞു പതിക്കുന്നതിനാൽ താപം കുറയുന്നു. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ താപം കുറയുകയും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ താപം കൂടുതലുമാണ്.
സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ താപം ക്രമേണ കുറഞ്ഞു വരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ താപനിലയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? അന്തരീക്ഷ താപം കുറഞ്ഞു വരുന്നു. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം ഏത്? ഉഷ്ണമാപിനി, തെർമോമീറ്റർ ആണ് അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണമാണ് ഉഷ്ണമാപിനി അഥവാ തെർമോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി അഥവാ ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി അഥവാ ബാരോമീറ്റർ. അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. അപ്പോൾ എന്താണ് അന്തരീക്ഷ മർദ്ദം? അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. സൂര്യതാപത്താൽ വായു ചൂടുപിടിച്ച് വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന വായു ചലനമാണ് വായു പ്രവാഹങ്ങൾ അഥവാ എയർ കറൻസ്. എന്താണ് വായു പ്രവാഹങ്ങൾ? സൂര്യതാപത്താൽ വായു ചൂടുപിടിച്ച് വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന വായു ചലനമാണ് വായു പ്രവാഹങ്ങൾ അഥവാ എയർ കറൻസ്. മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്കുള്ള വായുവിൻ്റെ ചലനമാണ് കാറ്റ് എന്ന് പറയുന്നത്. കാറ്റ് അഥവാ വിൻഡ് എന്ന് പറഞ്ഞാൽ മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്കുള്ള വായുവിൻ്റെ ചലനമാണ് കാറ്റ്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലങ്ങളാണ് കഞ്ചിക്കോട്, പാലക്കാട്, രാമക്കൽമേട്, ഇടുക്കി എന്നിവ. അപ്പോൾ പാലക്കാട്, ഇടുക്കി എന്നീ പ്രദേശങ്ങളിലെ കഞ്ചിക്കോട്, രാമക്കൽമേട് എന്നീ സ്ഥലങ്ങളിലാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലങ്ങളാണ് കഞ്ചിക്കോട്, രാമക്കൽമേട് എന്നിവ. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. കാറ്റിൻ്റെ ദിശ അറിയാനുള്ള ഉപകരണമാണ് വിൻഡ് വെയിൻ. കാറ്റിൻ്റെ ദിശ അറിയാനുള്ള ഉപകരണം ഏതാണ്? വിൻഡ് വെയിൻ ആണ്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി. ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത എന്നിവ. ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത. ആർദ്രത അളക്കാനുള്ള ഉപകരണമാണ് ആർദ്രതാമാപിനി അഥവാ ഹൈഗ്രോമീറ്റർ. ആർദ്രത അളക്കാനുള്ള ഉപകരണം ഏതാണ്? ആർദ്രതാമാപിനി അഥവാ ഹൈഗ്രോമീറ്റർ ആണ്. ഓക്കെ, ഇത് ഒന്നുകൂടെ റിവൈസ് ചെയ്താലോ നോക്കാം. അടിസ്ഥാന ഊർജ സ്രോതസ് ഏതാണ്? സൂര്യനാണ്. സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായി ഭൂമിയിൽ എത്തുന്നതാണ് സൗരതാപനം എന്നറിയപ്പെടുന്നത്. സൂര്യ ഉദയത്തിന് തൊട്ടു മുൻപ് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനില. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കൂടിയ താപനില. ഭൂമിയിലെ ഓരോ സ്ഥലത്തെയും താപലഭ്യത എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? സ്ഥലത്തിൻ്റെ അക്ഷാംശം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്ര സാമീപ്യം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ താപം കൂടുതലാണ്. എന്നാൽ ധ്രുവങ്ങളിലേക്ക് അടുക്കുന്തോറും സൂര്യരശ്മികൾ ചരിഞ്ഞു പതിക്കുന്നതിനാൽ അവിടെ താപം കുറവാണ്. സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ താപം ക്രമേണ കുറഞ്ഞു വരുന്നു. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണമാണ് ഉഷ്ണമാപിനി അഥവാ തെർമോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി അഥവാ ബാരോമീറ്റർ. അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. സൂര്യതാപത്താൽ വായു ചൂടുപിടിച്ച് വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന വായു ചലനമാണ് വായു പ്രവാഹങ്ങൾ അഥവാ എയർ കറൻസ്. മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്കുള്ള വായുവിൻ്റെ ചലനമാണ് കാറ്റ്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലങ്ങളാണ് കഞ്ചിക്കോട്, രാമക്കൽമേട് എന്നിവ. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. കാറ്റിൻ്റെ ദിശ അളക്കാനുള്ള ഉപകരണമാണ് വിൻഡ് വെയിൻ. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി. ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത എന്നിവ. അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത. ആർദ്രത അളക്കാനുള്ള ഉപകരണമാണ് ആർദ്രതാമാപിനി അഥവാ ഹൈഗ്രോമീറ്റർ. ആർദ്രത അളക്കാനുള്ള ഉപകരണമാണ് ആർദ്രതാമാപിനി അഥവാ ഹൈഗ്രോമീറ്റർ.
സാന്ദ്രത അളക്കാനുള്ള ഉപകരണം ഏതാണ്? ഹൈഡ്രോമീറ്റർ ആണ്. സാന്ദ്രത അളക്കാനുള്ള ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. അപ്പോൾ ഹൈഡ്രോമീറ്ററും ഹൈഗ്രോമീറ്ററും തിരിഞ്ഞു പോകരുത്. ആർദ്രതയാണെങ്കിൽ ഹൈഗ്രോമീറ്റർ, സാന്ദ്രതയാണെങ്കിൽ ഹൈഡ്രോമീറ്റർ. നീരാവി തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം അഥവാ കണ്ടൻസേഷൻ. നീരാവി തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം അഥവാ കണ്ടൻസേഷൻ. അന്തരീക്ഷ ഊഷ്മാവ് കുറയുമ്പോൾ ഘനീകരണ പ്രക്രിയയുടെ വേഗത കൂടുന്നു. അന്തരീക്ഷ ഊഷ്മാവ് കുറയുമ്പോൾ ഘനീകരണ പ്രക്രിയയുടെ വേഗത കൂടുന്നു. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി ഘനീഭവിക്കുമ്പോഴുണ്ടാകുന്ന ജലകണികകൾ കൂടിച്ചേർന്നാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. എന്താണ് മേഘങ്ങൾ? അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി ഘനീഭവിക്കുമ്പോഴുണ്ടാകുന്ന ജലകണികകൾ കൂടിച്ചേർന്നതാണ് മേഘങ്ങൾ. ഘനീകരണത്തിന്റെ പ്രധാന രൂപങ്ങൾ ഏതെല്ലാമാണ്? മേഘങ്ങൾ, മൂടൽമഞ്ഞ്, തുഷാരം എന്നീ രീതിയിലാണ് ഘനീകരണം സംഭവിക്കുന്നത്. ഘനീകരണത്തിന്റെ പ്രധാന രൂപങ്ങളാണ് മേഘങ്ങൾ, മൂടൽമഞ്ഞ്, തുഷാരം എന്നിവ. താഴ്വരകളിലും ജലാശയങ്ങൾക്ക് മുകളിലും കാണപ്പെടുന്ന പുക പോലെ നേർത്ത ജലകണികകളാണ് മൂടൽമഞ്ഞ് അഥവാ ഫോഗ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് മൂടൽമഞ്ഞ് അഥവാ ഫോഗ്? താഴ്വരകളിലും ജലാശയങ്ങൾക്ക് മുകളിലും കാണപ്പെടുന്ന പുക പോലെ നേർത്ത ജലകണികകളാണ് മൂടൽമഞ്ഞ് അഥവാ ഫോഗ്. തണുത്ത പ്രഭാതങ്ങളിൽ പുൽനാമ്പുകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലകണികകൾ അറിയപ്പെടുന്നത് തുഷാരം അഥവാ ഡ്യൂ എന്നാണ്. എന്താണ് തുഷാരം? തണുത്ത പ്രഭാതങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, പുൽനാമ്പുകളിലൊക്കെ മഞ്ഞുതുള്ളികൾ പോലെ നിൽക്കുന്ന ജലകണികകളെ കണ്ടിട്ടുണ്ട്. ഇവയാണ് എന്തെന്നറിയപ്പെടുന്നത്? തുഷാരം എന്നറിയപ്പെടുന്നത്. മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂടി വരുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാകാതെ ഭൂമിയിലേക്ക് പതിക്കുന്നതാണ് വർഷണം എന്നറിയപ്പെടുന്നത്. മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂടി വരുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാകാതെ ഭൂമിയിലേക്ക് പതിക്കുന്നതാണ് വർഷണം. വർഷണത്തിന്റെ വിവിധ രൂപങ്ങളുണ്ട്. മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം എന്നീ രൂപത്തിലാണ് വർഷണം സംഭവിക്കുന്നത്. വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം എന്നിവ. ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഴ. നേർത്ത ഹിമകണികകളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഞ്ഞുവീഴ്ച എന്ന് പറയുന്നത്. അപ്പൊ ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണം മഴയെന്നും ഹിമകണികകളുടെ രൂപത്തിലുള്ള വർഷണം മഞ്ഞുവീഴ്ച എന്നും അറിയപ്പെടുന്നു. മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണമാണ് ആലിപ്പഴം. അപ്പൊ മഞ്ഞുകട്ടകളായിട്ടാണ് വർഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവയെ പറയുന്ന പേരാണ് ആലിപ്പഴം. മഴ അളക്കുന്നതിനുള്ള ഉപകരണമാണ് മഴമാപിനി, റെയിൻ ഗേജ്. മഴ അളക്കുന്നതിനുള്ള ഉപകരണമാണ് മഴമാപിനി അഥവാ റെയിൻ ഗേജ്. മഴ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്? സെന്റിമീറ്ററിലും ഇഞ്ചിലുമാണ് മഴ രേഖപ്പെടുത്തുന്നത്. മഴ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏകകമാണ് സെന്റിമീറ്ററും ഇഞ്ചും. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. PYQ ആണ്. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. എന്താണ് അപ്പോൾ കാലാവസ്ഥ? ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയെ പറയുന്ന പേരാണ് കാലാവസ്ഥ. ഓക്കെ, ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. സാന്ദ്രത അളക്കാനുള്ള ഉപകരണം ഹൈഡ്രോമീറ്റർ ആണ്. നീരാവി തണുത്ത ജലമായി മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം. അന്തരീക്ഷ ഊഷ്മാവ് കുറയുമ്പോൾ ഘനീകരണ പ്രക്രിയയുടെ വേഗത കൂടുന്നു. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി ഘനീഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ജലകണികകൾ കൂടിച്ചേർന്നതാണ് മേഘങ്ങൾ. ഘനീകരണത്തിന്റെ പ്രധാന രൂപങ്ങളാണ് മേഘങ്ങൾ, മൂടൽമഞ്ഞ്, തുഷാരം എന്നിവ. താഴ്വരകളിലും ജലാശയങ്ങൾക്ക് മുകളിലും കാണപ്പെടുന്ന പുക പോലെ നേർത്ത ജലകണികകളാണ് മൂടൽമഞ്ഞ് അഥവാ ഫോഗ്. തണുത്ത പ്രഭാതങ്ങളിൽ പുൽനാമ്പുകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലകണികകൾ അറിയപ്പെടുന്നതാണ് തുഷാരം. മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂടി വരുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാകാതെ ഭൂമിയിലേക്ക് പതിക്കുന്നതാണ് വർഷണം. വർഷണത്തിന് വിവിധ രൂപങ്ങളുണ്ട്. മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം. ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഴ. നേർത്ത ഹിമകണികളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഞ്ഞുവീഴ്ച. മഞ്ഞുകട്ടിയുടെ രൂപത്തിലുള്ള വർഷണമാണ് ആലിപ്പഴം. മഴ അളക്കുന്നതിനുള്ള ഉപകരണമാണ് മഴമാപിനി അഥവാ റെയിൻ ഗേജ്.
മഴ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏകകമാണ് സെന്റിമീറ്റർ, ഇഞ്ച് എന്നിവ. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് എന്തെന്നറിയപ്പെടുന്നത്, കാലാവസ്ഥ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ 2 പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ 8ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠത്തിലോട്ട് കിടക്കണം. 8ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം ഭൗമ രഹസ്യങ്ങൾ തേടി. ഭൗമ രഹസ്യങ്ങൾ തേടി. ഓക്കെ, ഈ പൊതുഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഒരുപാട് അധ്യായങ്ങളുണ്ട്, പഠിച്ചു തീർക്കാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ക്ലാസ്സിൽ തന്നെ ഒന്നിലേറെ ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ദിവസത്തിനുള്ളിൽ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പുറപ്പാടിലാണ്. നമ്മൾ ക്ലാസ്സിലോട്ട് കടക്കാം. ഭൗമ രഹസ്യങ്ങൾ തേടി എന്ന് പറയുന്ന അധ്യായത്തിലെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? പേനങ്ക് സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പേനങ്ക് സ്വർണ്ണഖനി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു. അപ്പോൾ ആഴം കൂടുമ്പോൾ താപവും മർദ്ദവും കൂടുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഏകദേശ താപനില എന്ന് പറയുന്നത് 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഏകദേശ താപനില എത്രയാണ്? 5000 ഡിഗ്രി സെൽഷ്യസ്. ഇരുമ്പ് ഉരുകി തുടങ്ങുന്ന താപനിലയാണ് 1538 ഡിഗ്രി സെൽഷ്യസ്. ഇരുമ്പ് ഉരുകി തുടങ്ങുന്ന താപനില എത്രയാണ്? 1538 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയെ 3 വ്യത്യസ്ത പാളികളായി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്, മാൻഡിൽ അഥവാ മാൻഡിൽ തന്നെയാണ്, കാമ്പ് അഥവാ കോറ്. ഓക്കെ, ഭൂമിയെ 3 വ്യത്യസ്ത പാളികളായി തിരിച്ചിരിക്കുന്നു. ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്, മാൻഡിൽ, കാമ്പ് അഥവാ കോർ എന്നിങ്ങനെ 3 പാളികളായി തിരിച്ചിരിക്കുന്നു. ഇനി ആദ്യത്തെ കാര്യം നോക്കാം. ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്. എന്താണ് ഭൂവൽക്കം? ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണ് എന്തെന്നറിയപ്പെടുന്നത്? ഭൂവൽക്കം എന്നറിയപ്പെടുന്നത്. ഏകദേശം 40 കിലോമീറ്റർ വരെ കനമുള്ള ഭൂമിയുടെ നേർത്ത പുറന്തോടാണ് എന്തെന്നറിയപ്പെടുന്നത്? ഭൂവൽക്കം എന്നറിയപ്പെടുന്നത്. 2 ഭാഗങ്ങളാണ് ഭൂവൽക്കത്തിനുള്ളത്. ഒന്ന് വൻകര ഭൂവൽക്കവും ഒന്ന് സമുദ്ര ഭൂവൽക്കവും. അപ്പോൾ ഭൂവൽക്കത്തിന് 2 ഭാഗങ്ങളുണ്ട്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. ഈ വൻകര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിയാൽ എന്ന പേരിലാണ്. വൻകര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിയാൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ്? സിലിക്ക, അലൂമിനിയം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയതിനാലാണ് ഇവയെ സിയാൽ എന്ന് വിളിക്കുന്നത്. സിലിക്കൺ SI അല്ലെ, സിലിക്ക, അലൂമിനിയം AL എന്നീ ധാതുക്കൾ മുഖ്യമായി അവിടെ അടങ്ങിയിട്ടുണ്ട്, ആ ഭൂവൽക്ക ഭാഗത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിയാൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വൻകര ഭൂവൽക്ക ഭാഗം അറിയപ്പെടുന്നത് സിയാൽ എന്നാണ്. അവിടെ കാണപ്പെടുന്ന മുഖ്യ ധാതുക്കൾ ഏതെല്ലാമാണ്? സിലിക്കണും അലുമിനിയവും. അടുത്തത് സമുദ്ര ഭൂവൽക്കം അല്ലെ. സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിമ എന്ന പേരിലാണ്. എന്താണ്? സിമ. സമുദ്ര ഭൂവൽക്കം സിമ. സിലിക്ക, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ കൂടുതലായി അടങ്ങിയ ഭൂവൽക്ക ഭാഗമാണ് സിമ. സിലിക്ക, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ കൂടുതലായി അടങ്ങിയതിനാൽ ഇവയെ എന്തെന്നറിയപ്പെടുന്നു? സിമ എന്നറിയപ്പെടുന്നു. ഏതാണ്? സമുദ്ര ഭൂവൽക്കം. ക്ലിയർ അല്ലേ? അടുത്തത് എന്തായിരുന്നു? മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന പാളിയാണ് മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന പാളിയാണ് മാൻഡിൽ. ഏകദേശം 40 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് മാൻഡിൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ 40 കിലോമീറ്റർ ആണ് ഭൂവൽക്കം എന്ന് പറഞ്ഞു. 40 മുതൽ 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയുടെ ഭാഗമാണ് എന്തെന്നറിയപ്പെടുന്നത്? മാൻഡിൽ എന്ന് അറിയപ്പെടുന്നത്. മാൻഡിലിനും 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഉപരി മാൻഡിൽ, 2 അധോ മാൻഡിൽ. ഒന്ന് ഉപരി മാൻഡിൽ, 2 അധോ മാൻഡിൽ. സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഖരാവസ്ഥയിലുള്ള പാളിയാണ് ഉപരിമാൻഡിൽ. അപ്പോൾ ഉപരിമാൻഡിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? സിലിക്കൺ സംയുക്തം കൊണ്ട് നിർമ്മിതമായ ഖരാവസ്ഥയിലുള്ള പാളിയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഉപരിമാൻഡിൽ എന്നറിയപ്പെടുന്നത്. ഉപരിമാൻഡിലിന് താഴെ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന പാളിയാണ് അധോമാൻഡിൽ. ഉപരിമാൻഡിലിന് താഴെ ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന പാളിയാണ് എന്തെന്നറിയപ്പെടുന്നത്? അധോമാൻഡിൽ എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ അടുത്തൊരു ഭാഗമാണ് കാമ്പ്. എന്താണ്? കാമ്പ്.
കാമ്പ് അഥവാ കോർ എന്ന് പറയുന്നത് ഭൂമിയുടെ കേന്ദ്രഭാഗമാണ്. കാമ്പ് അഥവാ കോർ എന്ന് പറയുന്നത് ഭൂമിയുടെ കേന്ദ്രഭാഗമാണ്. 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് കാമ്പ് അഥവാ കോർ എന്ന് പറയുന്നത്. 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് കാമ്പ് അഥവാ കോർ. അടുത്തത് നോക്കാം, നിഫെ. എന്താണ് നിഫെ? നിക്കൽ, ഇരുമ്പ് എന്നിവ കൂടുതലായിട്ട് അടങ്ങിയ ഭാഗമാണ് നിഫെ എന്നറിയപ്പെടുന്നത്. നിഫെ എന്നാൽ നിക്കൽ, ഇരുമ്പ് എന്നിവ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നിക്കലിൻ്റെ Ni, അയൺ അല്ലെ, ഇരുമ്പിൻ്റെ Fe, ഫെറം എന്നുള്ളതിൽ Fe ആണ് എന്തിനായിട്ട് ഉപയോഗിക്കുന്നത്? ഈ നിഫെ എന്ന വേർഡ് കിട്ടിയത്. നിഫെ എന്ന് പറഞ്ഞാൽ നിക്കലും എന്താണ്, ഇരുമ്പും ചേർന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ, 2 ഭാഗങ്ങളാണ് കാമ്പിനുള്ളത്. ഒന്ന് പുറക്കാമ്പ് എന്നും 2 അകക്കാമ്പ് എന്നും. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു. ഭൂവൽക്കത്തെയും മാൻഡിലിൻ്റെയും ഉപരിഭാഗത്തെയും ചേർത്ത് വിളിക്കുന്നത് ശിലാമണ്ഡലം എന്നാണ്. ഭൂവൽക്കത്തെയും മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും ചേർന്ന് വിളിക്കുന്നത് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്നാണ്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ഏതാണ്? അസ്തനോസ്ഫിയർ ആണ്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ ഏതാണ്? ശിലാദ്രവം ലാവയാണ് അല്ലെ. ശിലാദ്രവം എന്ന് ഉദ്ദേശിക്കുന്നത് ലാവയാണ്. ഈ ലാവയുടെ സ്രോതസ് ഏതാണ്? അസ്തനോസ്ഫിയർ ആണ്. പ്രാചീന കാലത്ത് ഭൂമിയിലുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടുന്നതാണ് ഫോസിൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഫോസിൽ? പ്രാചീന കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടുന്നതാണ് ഫോസിൽ എന്നറിയപ്പെടുന്നത്. ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി. ഫോസിലുകളെ കുറിച്ചുള്ള പഠനം പാലിയന്റോളജി. ഫോസിൽ ഇന്ധനങ്ങളാണ് പ്രകൃതിവാതകം, കൽക്കരി, പെട്രോളിയം എന്നിവ. ഫോസിൽ ഇന്ധനങ്ങൾ ഏതെല്ലാമാണ്? പ്രകൃതിവാതകം, കൽക്കരി, പെട്രോളിയം. ഇനി 3 തരത്തിലുള്ള ശിലകളെ കുറിച്ച് നോക്കാം. ശിലകൾ പ്രധാനമായും 3 തരത്തിലുണ്ട്. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ. ഏതൊക്കെയാണ്? അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ, ആഗ്നേയ ശിലകൾ എന്നിവ 3 തരം ശിലകളാണ്. ഇതിൽ ആഗ്നേയ ശില എന്താണെന്ന് നോക്കാം. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം അഥവാ ലാവ ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് എന്തെന്നറിയപ്പെടുന്നത്? ആഗ്നേയ ശിലകൾ എന്നറിയപ്പെടുന്നത്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം അഥവാ ലാവ ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് എന്ത്? ആഗ്നേയ ശിലകൾ. ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. എന്തൊക്കെയാണ്? ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. പ്രാഥമിക ശിലകൾ എന്താണ്? പ്രാഥമിക ശിലകൾ അഥവാ മദർ റോക്സ് എന്നറിയപ്പെടുന്നു. ഏതാ? ഈ ആഗ്നേയ ശിലകൾ അറിയപ്പെടുന്ന വേറൊരു പേരാണ് പ്രാഥമിക ശിലകൾ. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ്. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ഇവയെ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു. ക്ലിയർ ആയോ? ഓക്കെ, എന്താണ് ആഗ്നേയ ശില? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവമായ ലാവ ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് എന്തെന്നറിയപ്പെടുന്നത്? ആഗ്നേയ ശിലകൾ എന്നറിയപ്പെടുന്നത്. ഈ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവ. പ്രാഥമിക ശിലകൾ എന്നാൽ എന്താണ്? മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ഇവയെ പ്രാഥമിക ശിലകൾ എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? നോക്കാം, അടുത്തത് അവസാദ ശിലകൾ. എന്താണ് അവസാദ ശിലകൾ അഥവാ സെഡിമെന്ററി റോക്സ്?
കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിഞ്ഞുണ്ടാകുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് ഉറച്ച് അവസാദശിലാ പാളികളായി മാറുന്നു. എങ്ങനെയാണ് അവസാദശിലകൾ രൂപം കൊള്ളുന്നത്? കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിഞ്ഞുണ്ടാകുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് ഉറച്ച അവസാദശിലാ പാളികളായി മാറുന്നു. ഉദാഹരണം മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, ലരെ എന്നിവ അവസാദശിലകൾക്ക് ഉദാഹരണമാണ്. മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, ലരെ. പാളികളായി രൂപപ്പെടുന്നതിനാൽ അടുക്ക് ശിലകൾ എന്നറിയപ്പെടുന്നത് അവസാദശിലകളാണ്. പാളികളായി രൂപപ്പെടുന്നതിനാൽ അടുക്ക് ശിലകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്തത് കായാന്തരിത ശില. എന്താണ് കായാന്തരിത ശില? ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപം കൊള്ളുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. ഉയർന്ന മർദ്ദം, താപം എന്നിവ മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപം കൊള്ളുന്ന ശിലകളാണ് എന്തെന്നറിയപ്പെടുന്നത്? കായാന്തരിത ശിലകൾ അഥവാ മെറ്റമോർഫിക് റോക്സ് എന്ന് അറിയപ്പെടുന്നു. മാർബിൾ, സ്ലേറ്റ് എന്നിവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. മാർബിൾ, സ്ലേറ്റ് എന്നിവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? കായാന്തരിത ശിലയാണ്. കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിത ശിലയാണ്. ഒന്നുകൂടെ നോക്കാം. എന്താണ് ആഗ്നേയശിലകൾ? ഭൂവൽക്കത്തിന്റെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം അഥവാ ലാവ ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപം കൊള്ളുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ. ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവ ആഗ്നേയശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. എന്താണ് പ്രാഥമിക ശിലകൾ? ആഗ്നേയശിലകളെയാണ് പ്രാഥമിക ശിലകൾ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? മറ്റെല്ലാ ശിലകളും ആഗ്നേയശിലയ്ക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു. അടുത്തത് അവസാദശില. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിഞ്ഞുണ്ടാകുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് ഉറച്ച് അവസാദശിലാ പാളികളായി മാറുന്നു. ഉദാഹരണം മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് എന്നിവ അവസാദശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. പാളികളായി രൂപപ്പെടുന്നതിനാൽ അടുക്ക് ശിലകൾ എന്നും ഇവ അറിയപ്പെടുന്നു. അടുത്തത് കായാന്തരിത ശിലയാണ്. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപം കൊള്ളുന്നതിനാൽ ഇവയെ കായാന്തരിത ശിലകൾ എന്ന് പറയുന്നു. ഉദാഹരണം മാർബിൾ, സ്ലേറ്റ് എന്നിവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? കായാന്തരിത ശിലകളാണ്. കാലക്രമേണ ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്തെന്നറിയപ്പെടുന്നത്? അപക്ഷയം എന്നറിയപ്പെടുന്നത്. കാലക്രമേണ ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം. അപക്ഷയങ്ങൾ പ്രധാനമായും 3 തരമുണ്ട്. ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം. എന്താണ് ഭൗതിക അപക്ഷയം? താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന സങ്കോചവും വികാസവും മൂലമോ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന അപക്ഷയമാണ് ഭൗതിക അപക്ഷയം. താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന സങ്കോചവും വികാസവും മൂലമോ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന അപക്ഷയമാണ് ഭൗതിക അപക്ഷയം. എന്നാൽ രാസിക അപക്ഷയം എന്താണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ശിലകളിൽ രാസപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന അപക്ഷയമാണ് രാസിക അപക്ഷയം. എന്താണ് രാസിക അപക്ഷയം? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ശിലകളിൽ രാസപരമായ മാറ്റമുണ്ടാക്കുന്ന അപക്ഷയമാണ് രാസിക അപക്ഷയം. അപ്പോൾ അടുത്തത് ജൈവിക അപക്ഷയം. സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്, ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നത്, സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനം, ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങൾ എന്നിവ മുഖേന ഉണ്ടാകുന്ന അപക്ഷയമാണ് ജൈവിക അപക്ഷയം. അപ്പോൾ എന്താണ് ജൈവിക അപക്ഷയം? സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്, ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നത്, സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനം, ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങൾ മുഖേന ഉണ്ടാകുന്ന അപക്ഷയമാണ് ജൈവിക അപക്ഷയം.
അടുത്തത് അപക്ഷയം കൊണ്ട് മനുഷ്യനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു. 2, ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. 3, മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. ഈ 3 ഗുണങ്ങളാണ് അപക്ഷയം കൊണ്ട് മനുഷ്യന് ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ്? 1, ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു. 2, ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. 3, മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് നോക്കാം. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞൻ അറിയപ്പെടുന്നത് പെഡോളജിസ്റ്റ് എന്നാണ്. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞൻ അറിയപ്പെടുന്നത് പെഡോളജിസ്റ്റ്. അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയ വഴി രൂപം കൊള്ളുന്ന പ്രകൃതി വിഭവമാണ് മണ്ണ്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ഏകദേശം 1000 വർഷങ്ങൾ വേണം. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ഏകദേശം 1000 വർഷങ്ങൾ വേണം. മണ്ണ് രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കാലാവസ്ഥ, ഭൂപ്രകൃതി, സസ്യങ്ങളും ജന്തുക്കളും, മാതൃശില, സമയം എന്നിവ മണ്ണ് രൂപീകരണത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മണ്ണിന്റെ ശോഷണത്തിനിടയാക്കുന്ന പ്രധാന മനുഷ്യ പ്രവർത്തനമാണ് വനനശീകരണം, കുന്നിടിക്കൽ, അശാസ്ത്രീയ കൃഷിരീതി. മണ്ണിന്റെ ശോഷണത്തിനിടയാക്കുന്ന പ്രധാന മനുഷ്യ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ്? വനനശീകരണം, കുന്നിടിക്കൽ, അശാസ്ത്രീയ കൃഷിരീതി എന്നിവ. മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ ഏതെല്ലാമാണ്? വനനശീകരണം തടയൽ, വിള പരിവൃത്തി, മലഞ്ചെരുവുകളിലെ തട്ടുകൃഷി, തടയണ നിർമ്മാണം എന്നിവ മണ്ണ് സംരക്ഷണ മാർഗങ്ങളാണ്. മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ ഏതെല്ലാമാണ്? വനനശീകരണം തടയൽ, വിള പരിവൃത്തി, മലഞ്ചെരുവുകളിലെ തട്ടുകൃഷി, തടയണ നിർമ്മാണം എന്നിവ മണ്ണ് സംരക്ഷണ മാർഗങ്ങളാണ്. അന്താരാഷ്ട്ര മണ്ണ് വർഷം എന്നറിയപ്പെടുന്നത് 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. അന്താരാഷ്ട്ര മണ്ണ് ദിനം ഡിസംബർ 15. അന്താരാഷ്ട്ര മണ്ണ് ദിനം ഡിസംബർ 15. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഈ ഒരു അധ്യായവും കൂടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കൂടുതൽ അധ്യായങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്